നമസ്കാരം, എല്ലാവർക്കും ടൈം ട്രാവലറിൻ്റെ മറ്റൊരു കിടില എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ യാത്ര സൂര്യനെല്ലിയിലേക്കാണ്. മൂന്നാർ സൂര്യനെല്ലിയിലേക്കാണ് ഇന്നത്തെ യാത്ര. അപ്പം നമ്മളിപ്പോൾ രാവിലെ 4:30 മണിക്ക് തന്നെ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം സൂര്യനെല്ലി പോയിട്ട് ക്ലൗഡ് ക്യാമ്പിംഗ് എന്ന് പറഞ്ഞ റിസോർട്ടുണ്ട്. ആ റിസോർട്ടിൽ സ്റ്റേ ചെയ്തിട്ട് ടെൻറ്റ് സ്റ്റേ ആണ് കേട്ടോ. ടെൻറ്റ് സ്റ്റേ അവിടുത്തെ കാര്യങ്ങളൊക്കെ പോയിട്ട് എന്താണെന്ന് വെച്ചാൽ നോക്കാം. ഓൺലൈനിൽ ബുക്ക് ചെയ്തതാണ്. അപ്പോൾ പോയിട്ട് എങ്ങനെയൊക്കെ ഉണ്ടെന്ന് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ക്ലൗഡ് ക്യാമ്പിങ്ങിൽ പോയി അവിടെ ക്യാമ്പ് ചെയ്തിട്ട് അതൊരു പാക്കേജ് ആയിട്ടാണ് കേട്ടോ. നമ്മളിപ്പോൾ ഉച്ചയ്ക്ക് എത്തുന്നതെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ഒരു ഫാൻറ്റർ റോക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഒരു ട്രക്കിംഗ് ഉണ്ട്. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ കൊളുക്കുമല ട്രിപ്പ്, ഈവനിങ് ഫുഡ്. ഇത്രയാണ് അവർ ആ ഒരു പാക്കേജിൽ വരുന്നത്. അപ്പം നമ്മളെന്തായാലും എത്തുമ്പോൾ വൈകുന്നേരം ആവും. കാരണം നമ്മൾ പോകുന്ന വഴിക്കുള്ള സ്ഥലങ്ങളൊക്കെ കണ്ട് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, പുള്ളിക്കാരൻ മാമനടുത്തുനിന്ന് ജോയിൻ ചെയ്യും. വിഷ്ണു എന്നാണ് പേര്. പുള്ളിക്കാരൻ്റെ ജിക്സർ 150 വണ്ടിയിലാണ് ഇന്ന് നമ്മളിവിടെ വരുന്നത്. അപ്പം അങ്ങനെയാണ് ഇന്നത്തെ കാര്യങ്ങളൊക്കെ. ഇപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് ആയതേ ഉള്ളൂ. തണുപ്പില്ല കേട്ടോ, ഒട്ടും തണുപ്പില്ല, നല്ല ചൂടാണ്. മൂന്നാറും തണുപ്പില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നമ്മളെ ഇന്നത്തെ പരിപാടി, നമ്മൾ ഇവിടുന്ന് പോകുന്നു. ഫസ്റ്റ് നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് തിരിച്ച് അടൂർ വഴി പത്തനംതിട്ടയിൽ നിന്ന് റാന്നി, അങ്ങനെ നമ്മൾ കയറി കുട്ടിക്കാനം വഴിയാണ് നമ്മളിന്ന് പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ അടൂർ പോവില്ല. അടൂർ പോകുന്നതിന് മുന്നേ നമ്മൾ ആയൂർ എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞുകൊണ്ടേ നമുക്ക് വലത്തേക്ക് തിരിഞ്ഞ് പുതിയൊരു ബൈപ്പാസ് ഇപ്പോൾ ഉണ്ട്. ശബരിമലയ്ക്ക് പോകാനുള്ള ഒരു ബൈപ്പാസ്, പത്തനാപുരം പുനലൂർ വഴി പോകുന്നൊരു ബൈപ്പാസ് ഉണ്ട്. നമ്മൾ അത് പിടിച്ചങ്ങ് പോകും. അതാകുമ്പോൾ നമുക്ക് പത്തനംതിട്ടയും അടൂരുമുള്ള ബ്ലോക്കൊക്കെ ഒഴിവാക്കാം. രാവിലെ ബ്ലോക്ക് കാണില്ലെങ്കിൽ അത്രയും ഒരു ചുറ്റും ഒഴിവാക്കാം. നല്ല റോഡെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ നമ്മളങ്ങ് പോകും. പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. ആദ്യം നമ്മൾ പരുന്തുംപാറ, മിക്കവാറും കുട്ടിക്കാനം നമ്മൾ പരുന്തുംപാറ കയറും. അതിന് മുന്നേ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് പാഞ്ചാലിമേട്, അവിടുന്ന് പരുന്തുംപാറ, അതിനുശേഷം ചതുരംഗപ്പാറ, അങ്ങനെ കയറിപ്പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പറ്റുമെന്ന് നോക്കാം. കാരണം പാഞ്ചാലിമേട് എത്തുമ്പോഴത്തേക്കും നമ്മൾ ഇപ്പം മണി 4:45 ആകുന്നേ ഉള്ളൂ. അപ്പം പാഞ്ചാലിമേട് എത്തുമ്പോഴത്തേക്കും നമ്മൾ 9 മണി ആകുമോ എന്നറിയില്ല. കാരണം അവിടെ ടിക്കറ്റ് ഉണ്ടല്ലോ. ടിക്കറ്റ് വച്ച് ആളെ കയറ്റുന്ന സ്ഥലമായതുകൊണ്ട് അവർ മിക്കവാറും 9 മണിക്ക് ഓപ്പൺ ആവുള്ളൂ. എന്തായാലും പോകെയുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഇനി യാത്രയിലെ വിശേഷങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ കണ്ട് പോവാം. ഇപ്പോൾ നൈറ്റ് ആയതുകൊണ്ട് അധികമൊന്നും നിങ്ങൾക്ക് കാണാനായിട്ടുണ്ടാവില്ല. പോകെയുള്ള കാഴ്ചകളെല്ലാം മാക്സിമം പറ്റുന്നതെല്ലാം ഞാൻ റെക്കോർഡ് ചെയ്ത് കാണിക്കാം. അപ്പോൾ ചാനലൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ കേട്ടോ. ഓക്കെ, നമ്മളിപ്പോൾ കാണുന്നതാണ് വേങ്കമല ഭഗവതി ക്ഷേത്രം കേട്ടോ. ട്രിവാൻഡ്രത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിലൊന്നാണ് വേങ്കമല ഭഗവതി ക്ഷേത്രം. അപ്പോൾ നമ്മളെ കൂട്ടുകാരൻ വിളിച്ചിരുന്ന്, പുള്ളി എത്തി. ഞാൻ 4:54 5 മണിക്ക് എത്താമെന്നാണ് പറഞ്ഞത്. എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ, ഒരു 4-5 കിലോമീറ്ററിനുള്ളിലേ ഉള്ളൂ നമ്മളെ വാമനൂർ എന്ന സ്ഥലത്തെത്താൻ. വാമനൂരത്ത് പുള്ളി വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞാൻ വിചാരിച്ച് പുള്ളിക്കാരൻ ലേറ്റ് ആവുമെന്ന്. എന്തായാലും പുള്ളിക്കാരൻ അവിടെ നിൽപ്പുണ്ട്. പിന്നെ നമ്മുടെ വണ്ടി ഇപ്പം ഓടി ഏകദേശം 4,800 കിലോമീറ്റർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 5000 കിലോമീറ്ററിനിടയ്ക്ക് എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ ഒരുപാട് പേര് പറയുന്നു സ്റ്റോളിങ് എഫക്റ്റ് ഉണ്ട്, അതുപോലെ കൂളൻറ്റിൻ്റെ ഒരു കുറവ് ഫീൽ ചെയ്യുന്നുണ്ടെന്നൊക്കെ ഗ്രൂപ്പിൽ അപ്ഡേഷൻ പറഞ്ഞു കേട്ടോ. അതായത് നമ്മൾ ആ റിസർവ് ടാങ്കിനകത്ത് കൂളൻറ്റ് കാണാനില്ല, പിന്നെ എല്ലാ ഗിയറിലും ഒക്കെ സ്റ്റോളിങ് ഉണ്ട് എന്ന് ഒക്കെയുള്ള ഒരുപാട് മെസ്സേജുകൾ ദിവസവും കാണാറുണ്ട്. പക്ഷേ എനിക്കിതുവരെ അങ്ങനെയുള്ള യാതൊരു കംപ്ലൈൻറ്റുകളും വണ്ടിയിൽ നിന്ന് വന്നിട്ടില്ല. വണ്ടി ഇതുവരെ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ഓടുന്നത്. ഏകദേശം ഇപ്പം ഒരു 33 ആവറേജ്, ഒരു 33 മൈലേജ് വണ്ടിയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇഷ്യൂ, ഇനി ഏതെങ്കിലും ലോട്ടിൽ ഇറങ്ങിയ വണ്ടിക്കുണ്ടായിരുന്ന ഇഷ്യൂ ആണോ അറിയില്ല. അതെന്താണ് അതിൻ്റെ കാര്യങ്ങളെന്ന് അറിയില്ല. എന്തായാലും അത് ഉടനെ തന്നെ റെക്ടിഫൈ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ നമ്മൾ ബൈ റോഡൊക്കെ കട്ട് ചെയ്ത് നേരെ MC റോഡിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഇത് MC റോഡിൽ നമ്മളൊന്ന് ഇറങ്ങുന്നത് വെഞ്ഞാറമൂടിനും വാമനപുരത്തിനും ഇടയ്ക്കുള്ള ഒരു ലൊക്കേഷനിലാണ് കേട്ടോ. ഇന്ന് പൊതുവേ തിരക്ക് കുറവാണ് റോഡിൽ. സാധാരണ ഈ 5 മണി സമയത്തൊക്കെ നല്ല തിരക്കാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 2 കിലോമീറ്ററേ ഉള്ളൂ. അവിടെയാണ് നമ്മളെ കൂട്ടുകാരൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഗോപ്രോയിലെ വീഡിയോ ഷൂട്ട് ചെയ്യണം. ഹെൽമെറ്റിൽ ക്യാമറ വെച്ച് ആദ്യമായിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യണം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ ഒന്ന് പറയണേ. സൗണ്ട് ക്വാളിറ്റിയിലോ അല്ലെങ്കിൽ ക്യാമറ ആംഗിളിലോ ഒക്കെ എന്തെങ്കിലും വ്യത്യാസമോ പോരായ്മയോ തോന്നുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. എങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ അത് മാറ്റാം. അപ്പോൾ ഈ വാമനപുരത്ത് ഈ ഇടത് സൈഡിൽ
ഈ ഇപ്പം കാണാം കേട്ടോ, ഇടത് സൈഡിൽ മുകളിലായിട്ട് കാണുന്നതാണ് എൻ്റെ ഷോപ്പ്. ഗോകുലം ഓട്ടോ പാർട്സ് കണ്ടോ, ഇതാണ് എൻ്റെ ഷോപ്പ്. അപ്പം ഈ ഷോപ്പ് ഞാൻ തുടങ്ങുന്നതിന് വേണ്ടിയാണ് ഞാൻ യൂട്യൂബിൽ നിന്നൊരു 2 വർഷക്കാലത്തോളം ഒരു ഗ്യാപ്പ് എടുത്തത്. ഇപ്പോൾ 2 ഷോപ്പുണ്ട്, ഒന്ന് വാമനപുരത്തും ഒന്ന് പോത്തങ്കോടും. അപ്പോൾ ഈ വാമനപുരം പോത്തങ്കോട് എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാൻ സാധിക്കില്ല, പക്ഷേ ട്രിവാൻഡ്രത്തുള്ളവർക്ക് അറിയാം. അങ്ങനെ നമ്മൾ കാരേറ്റ് ജംഗ്ഷൻ എത്താറായി. പുള്ളിക്കാരൻ വാമനപുരത്ത് നിന്ന് മാറി കാരേറ്റോട്ട് നിൽക്കാമെന്നാണ് പറഞ്ഞത്. കാരേറ്റ് ജംഗ്ഷനിൽ എവിടെയോ കാണും, കണ്ടുപിടിക്കാം. ഇതാ നിൽക്കുന്നത്, ഇതാണ് നമ്മുടെ ജിക്സർ കുട്ടൻ. പോവാം. അതും കൂടെ എടുത്ത് വേണമെങ്കിൽ കയറ്റ്. നിൻ്റെ ലഗേജും കൂടെ എടുത്ത് ഇതിൽ പോയി. ഇരിക്കോ? അഴിക്കണ്ടേ? അഴിച്ച് ഇതിനകത്ത് വെച്ചാൽ വെയിറ്റ് കാണൂല്ലേ ബാക്കിൽ, നിനക്ക് സുഖമായിട്ടിരിക്കാം. നീ ഷോൾഡർ ബാഗ് എടുത്തില്ലേ? ഫ്യൂൽ അടിച്ചാ? അപ്പോൾ ഇല്ല, ഞാൻ വെച്ച് നീ ഇവിടെ വന്നിട്ട് അടിക്കാം. അവിടെ കയറി അടിച്ചല്ലേ? ഓക്കെ, പോവാം. ഓക്കെ, അപ്പോൾ എനിക്കിനി ഫ്യൂൽ അടിക്കാനുണ്ട്. അവൻ ഫ്യൂലൊക്കെ അടിച്ച് സെറ്റപ്പായാണ് വന്നേക്കണം. അപ്പം നമുക്കിനി ഈ റൈഡ് എൻജോയ് ചെയ്തങ്ങ് പോവാം. അതായത് നമ്മൾ അധികം സ്പീഡിൽ പോകുന്നില്ല കേട്ടോ, ഒരു മാക്സിമം ഒരു 80 അകത്തേ പോകത്തുള്ളൂ. ഒരുപാട് ഓവർ സ്പീഡൊന്നും എടുക്കുന്നില്ല. മഴ പെയ്യാനുള്ള ചാൻസ് ഒന്നും ഇല്ല, നല്ല തെളിഞ്ഞ ആകാശമാണ്. മൂന്നാറാണെങ്കിൽ ഭയങ്കര ചൂടെന്നാണ് കേട്ടോ പറയണം. നമ്മൾ പോണ സമയം നല്ല സമയമാണ്. എം സി റോഡിൽ അടുത്ത് കിളിമാനാണ്. അപ്പോൾ കിളിമാൻ്റെ കഴിഞ്ഞിട്ട് നിലമേൽ കഴിഞ്ഞ് ആയൂർ കഴിഞ്ഞിട്ട് നമ്മൾ റൈറ്റ് ടേൺ എടുത്ത് പത്തനാപുരം വെട്ടിക്കവല എന്നാണെന്നോ സ്ഥലത്തിൻ്റെ പേര്, കറക്റ്റ് ഓർമ്മയില്ല. വെട്ടിക്കവല വഴി നമ്മൾ നേരെ പത്തനാപുരം പോവും. പത്തനാപുരത്തുനിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് നമ്മുടെ ഹൈവേ, പത്തനാപുരത്തുനിന്ന് റാന്നി ആ പോകുന്ന മെയിൻ ഹൈവേ കയറിയാണ് നമ്മൾ കുട്ടിക്കാനം പിടിക്കാൻ പോകുന്നത്. അപ്പം നമുക്കിവിടെ ഇന്ത്യൻ ഓയിലിൻ്റെ ഈ പമ്പിൽ കയറിയിട്ട് ഫ്യൂവൽ ചെയ്തിട്ട് പോകാം. ഫ്യൂവൽ കുറവാണ്. പ്രീമിയം ഫുൾ ടാങ്ക് കേട്ടോ. ഓക്കെ, ഫുൾ ടാങ്ക് ആയിട്ടുണ്ട്. 9.42 ലിറ്റർ, 1010. നല്ല 1057 നല്ല നമ്പർ കേട്ടോ. ഓക്കെ, ഫ്യൂല് കഴിഞ്ഞു. പ്രീമിയം ഇല്ലായിരുന്നു കേട്ടോ, മോട്ടർ കംപ്ലൈൻ്റ് ആണ് പ്രീമിയത്തിൻ്റെ. അപ്പോൾ നമ്മൾ സാധാ അടിച്ച് 1057 1010.57 എല്ലാം ഒരു അങ്ങനെ 9.57 ലിറ്റർ ഫ്യൂൽ ചെയ്തു. പോവാം. നീ എവിടെ മാപ്പ് ഇട്ടെങ്ങ? മാപ്പ് ഇടണ്ട, അവിടം വരെയൊക്കെ അറിയാം. അപ്പോൾ ഇതാണ് കിളിമാനൂർ ജംഗ്ഷൻ. ഇനിയിപ്പോൾ ഈ ഒന്നും അധികം കാഴ്ചകളൊന്നും കാണാനില്ല കേട്ടോ, മെയിൻ റോഡും വണ്ടികളും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി ആ തിരിയുന്ന സ്ഥലത്ത് നിന്ന് ആ റോഡ് എത്തുമ്പോൾ ഞാൻ കാണിക്കാം. ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നല്ലോ, ട്രിവാൻഡ്രത്തു നിന്നൊക്കെ വരുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടുന്നെങ്കിൽ ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് കാണിക്കാം. ഇല്ലെങ്കിൽ നൈറ്റ് ഇങ്ങനെയുള്ളൊരു വ്യൂ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആയൂർ കഴിഞ്ഞു. ഇനി നമ്മൾ ഇവിടെ നിന്നാണ് നമ്മൾ റൈറ്റ് എടുക്കുന്നത് കേട്ടോ. ട്രിവാൻഡ്രത്ത് നിന്ന് വരുന്നവർ ആയൂർ കഴിഞ്ഞതിന് ശേഷം ശ്രദ്ധിച്ചാൽ മതി, വെട്ടിക്കവല ശബരിമല എന്ന് പറയുന്ന ഒരു ബോർഡ് കാണാം. അപ്പോൾ ഈ സൈഡിൽ നിന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞാൽ മതി, നമുക്ക് ആ റോഡിലേക്ക് പോകാം. നേരം വെളുക്കാത്തതുകൊണ്ട് അധികം കാഴ്ചകളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ മാത്രം വീഡിയോ എടുത്ത് കാണിക്കുന്നത്. അല്ലെങ്കിൽ എല്ലാവർക്കും ബോറടിക്കും, കാണുന്നവർക്കും ബോറടിക്കും. അപ്പോൾ ഇവിടെ നിന്ന് ഇനി ഒരു കൂടിപ്പോയാലൊരു 8 കിലോമീറ്റർ ആകുമ്പോഴത്തേക്കും നമ്മൾ പത്തനാപുരം അടുപ്പിച്ചെത്തും. അതായത് സ്ഥലത്തിൻ്റെ കുന്നിക്കോട് എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. കുന്നിക്കോടെത്തും. കുന്നിക്കോട് നിന്ന് വീണ്ടും നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് കഴിഞ്ഞ് നേരെ പത്തനാപുരം. നമ്മൾ ഈ റോഡ് നോക്കുകയാണെങ്കിൽ നല്ല റോഡാണ്, ടാറിങ്ങൊക്കെ പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. ബൈക്കേഴ്സിനായാലും ഈ റൂട്ട് പിടിച്ച് കഴിഞ്ഞാൽ, ട്രിവാൻഡ്രം സൈഡിൽ നിന്ന് വരുന്ന ബൈക്കേഴ്സിനായി ഈ റൂട്ട് പിടിച്ച് കഴിഞ്ഞാൽ ഒരു ഇഷ്യൂ ഇല്ല, നല്ലപോലെ പോകാം, പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത റോഡാണ്.
കഴിഞ്ഞ 2 ആഴ്ച മുമ്പേ ഞാനൊന്ന് കൊടൈക്കനാൽ വരെ പോയായിരുന്നു. അപ്പോൾ സെയിം റൂട്ട് തന്നെയാണ് പോയത് കേട്ടോ. ഇങ്ങനെ തന്നെയാണ് ചെന്ന് ഹൈവേ വഴി കയറി പത്തനാപുരത്ത് നിന്ന് ഹൈവേ കയറി അതിലേ ചെന്ന് നമ്മൾ കമ്പം തേനി ഹൈവേ പിടിച്ച് അതിലെ കുമളി വഴി അങ്ങനെ അങ്ങ് പോയത്. നമ്മൾ മാത്രമല്ല കേട്ടോ, ബൈക്കേഴ്സ് ഒരുപാട് ഈ റൂട്ടിലുണ്ട്. ഇതാ വേറൊരു വണ്ടി പോകുന്നുണ്ട്. കുറച്ച് മുമ്പ് ഒരു പുതിയ മോഡൽ ഹിമാലയ 2024 മോഡൽ ഹിമാലയം കണ്ട്. ബൈക്കേഴ്സിനെ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. അതെപ്പോഴും അങ്ങനെയാണ് കേട്ടോ. അവർ തമ്മിൽ അറിയാത്തവരാണെങ്കിൽ പോലും തമ്മിൽ നമ്മൾ കൈ കൊണ്ടായാലും ഒരുപാട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താണ് വണ്ടി ഓടിക്കുന്നത്. ഇതാണ്ട് പാനിയസ് 2 ടോപ്പ് ബോക്സ് ഇല്ല, നമ്മളെ വണ്ടി ടോപ്പ് ബോക്സ് ഉണ്ട്. 2 പാനിയസൊക്കെ വെച്ച് അവർ നല്ല സെറ്റായിട്ട് പോകുന്നുണ്ട്. ഒറ്റയ്ക്കല്ല കേട്ടോ, അവർ ഒരുപാട് വണ്ടിയുണ്ടേ. മൂന്നാറോ കൊടൈക്കനാലോ പരിപാടി ആയിരിക്കും. നമ്മൾ മാത്രം ഒരുപാട് വണ്ടിയുണ്ട്. ഞാൻ വെച്ചാൽ ആ ഒരു വണ്ടി മാത്രമേ കാണുള്ളൂ എന്ന്. എനിക്ക് തോന്നുന്നു ഹിമാലയൻ ഓണേഴ്സിൻ്റെ വല്ല അസോസിയേഷൻ എങ്ങാനും ആണോ എന്നും അറിയത്തില്ല. അപ്പം നമ്മൾ ഇപ്പം കണ്ടത് ഇത് കൊട്ടാരക്കരയിൽ നിന്ന് വരുന്ന റോഡാണ് കേട്ടോ. കൊട്ടാരക്കരയിൽ നിന്ന് മടത്തറ പോകുന്ന ആ റോഡാണ്. നമ്മൾ പോകണമെന്ന് പറഞ്ഞ് എല്ലാവരും പറഞ്ഞു പോകുന്നു കേട്ടാ. ഒരുപാട് പേരുണ്ട്. അവരെ ചില ഹിമാലയൻ്റെ ക്ലബ്ബ് വല്ലതും ആയിരിക്കും. നെടുമങ്ങാട് വണ്ടിയാ? അപ്പം ക്ലബ്ബ് വല്ലതും ആയിരിക്കും. അങ്ങനെ നമ്മൾ ഓടി പത്തനാപുരം ടൗണിലെത്തി കേട്ടോ. ഇതാണ് പത്തനാപുരം KSRTC ബസ് സ്റ്റാൻഡ്. ഈ കാണുന്നതാണ് ഹൈവേ. നമ്മളിവിടുന്ന് ഇടത്തേക്ക് പോവും. ഇത് നല്ല റബ്ബർ ടാർ ചെയ്ത് നല്ല പക്കയായിട്ട് എന്നൊക്കെ പെഡസ്ട്രീന് നടക്കാനുള്ള 2 സൈഡിലും നടപ്പാതെയൊക്കെ നല്ലപോലെ ചെയ്ത് റെയിലെല്ലാം പിടിപ്പിച്ച് നല്ലപോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പത്തനാപുരത്തിന്. നല്ല റോഡാണ് കേട്ടോ, നല്ല സ്മൂത്താണ്. നമ്മൾ MC റോഡിൽ വന്ന പോലെ അല്ല, MC റോഡിനേക്കാൾ സ്മൂത്താണ്. കാരണം MC റോഡ് കുറേ നാളായി ടാർ ചെയ്തിട്ട് ചിലപ്പോൾ അതിൻ്റെ ഇത്രയും നാൾ വണ്ടി ഓടുന്നതിൻ്റെ അതായിരിക്കും. എന്നാൽ ഇത് പുതിയ ടാറാണ്, നല്ല സ്മൂത്താണ് വണ്ടി ഓടിക്കാൻ. ഒരു കുഴിയോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് ഈ ഒരു ഫീല് ഒരിക്കലും കാറിൽ നിന്നാൽ കിട്ടില്ല കേട്ടോ. വെളുപ്പാങ്കാലം ഇവിടെ നല്ല ക്ലൈമറ്റ് കേട്ടോ. ചെറിയൊരു തണുപ്പുണ്ട്. നല്ലൊരു ക്ലൈമറ്റിൽ ഇങ്ങനെ ഹൈവേയിലൂടെ ബൈക്ക് ഓടിച്ച് പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീലിംഗ് അതൊരു വേറെ. അതൊന്ന് ഓടിച്ച് നോക്കിയില്ല. എല്ലാവർക്കും അത് അക്സെപ്റ്റബിൾ ആവണമെന്നില്ല. ഒരുപാട് പേര് കാറിനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഇപ്പം എൻ്റെ വീട്ടിൽ അച്ഛനായാലും ശരി തന്നെ. അച്ഛൻ ഈ ബൈക്ക് റൈഡ് ശരിയാണ്, എപ്പോഴും റിസ്ക് പിടിച്ച ഒരു യാത്ര തന്നെയാണ് ബൈക്കിൽ. പക്ഷേ അങ്ങനെയാണെങ്കിൽ നമ്മൾ ബൈക്ക് എടുത്തുകൊണ്ട് എവിടെ ഇറങ്ങാൻ പറ്റില്ല. ഇപ്പം വീട്ടിൽ നിന്ന് ഇപ്പം എല്ലാവരും പറയും ട്രിവാൻഡ്രം വരെ പോകുന്നു, അല്ലെങ്കിൽ നെടുമങ്ങാട് വരെ പോകുന്നു. അത് ചെറിയ ഡിസ്റ്റൻസ് അല്ലേ, അവിടെയൊക്കെ പോകാൻ ബൈക്ക് എടുത്തോ. ദൂരോട്ട് പോകുമ്പോൾ കാറിൽ പോകണം. പക്ഷേ അങ്ങനെയല്ല. ആ റിസ്ക് എന്ന് പറയുന്നത് എവിടെ പോയാലും നമ്മൾ വീട്ടിൽ നിന്ന് 1 കിലോമീറ്റർ പോയാലും ശരി, 100 കിലോമീറ്റർ പോയാലും ശരി, 200 മീറ്റർ പോയാലും ശരി തന്നെ അവിടെ ആ ഒരു റിസ്ക് എല്ലായിടത്തും ഉണ്ട്. പക്ഷേ എല്ലായിടത്തും നമ്മളെങ്ങനെ വണ്ടി ഓടിക്കുന്നു എന്നുള്ള ആ ഒരു രീതി, നമ്മൾ ഓടിക്കുന്ന ആ ഒരു രീതി എങ്ങനെയാണ്, നല്ല രീതിയിലാണ്, നല്ലൊരു ഡ്രൈവിംഗ് കൾച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് പോയ പ്രശ്നമില്ല. പിന്നെ ഓപ്പോസിറ്റ് വരുന്നതിന് നമ്മൾ ശ്രദ്ധിച്ചു കൊള്ളണം. അവർ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചു കൊള്ളണം, അത്രയേ ഉള്ളൂ. ഇതുണ്ടോ, ഇത് വിനോദയാത്ര ബസ്സാണ്. വെഞ്ഞാറമൂട് സ്റ്റാൻഡിൽ നിന്ന് ഇങ്ങനെ ഒരു ബസ്സുണ്ട്. ഇതിപ്പോൾ ഇവിടുത്തെ ഏത് KSRTC സ്റ്റാൻഡിൽ നിന്നുള്ള വണ്ടിയാണെന്ന് അറിഞ്ഞുകൂടാ. ഇപ്പോൾ ഒരു വിനോദയാത്ര എന്ന് പറഞ്ഞ് ഇങ്ങനെ ബസ്സുണ്ട്. നമ്മളിതിൽ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ സ്റ്റാൻഡിൽ നിന്ന് കയറ്റി അവരൊരു പാക്കേജ് ഉണ്ട്. ആ പാക്കേജ് എല്ലാം കറങ്ങി കാണിച്ച് തിരിച്ച് വൈകുന്നേരം നമ്മുടെ ആ സ്റ്റാൻഡിൽ കൊണ്ട് എത്തിക്കും. ഇടയ്ക്കൊന്നും സ്റ്റോപ്പൊന്നും ഇല്ല. അവിടെ നിന്ന് ബുക്ക് ചെയ്യുന്നവർക്ക് ഒറ്റ ട്രിപ്പ് കറങ്ങി എല്ലാവർക്കും തിരിച്ചു വരാം. ഇത് KSRTCയുടെ പുതിയ ഒരു പദ്ധതിയാണ്. KSRTCയുടെ നിലനിൽപ്പിന് വേണ്ടി അവർ പല പരിപാടിയും നോക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വണ്ടിയിൽ AC ആക്കാൻ പോകുന്നു പറഞ്ഞ കേട്ട്. സൂപ്പർ ഫാസ്റ്റ് ബസ്സിലൊക്കെ AC ആക്കാൻ പോകുന്നുണ്ട്. എന്നിട്ട് വൈഫൈ ആക്കാൻ പോകുന്നുണ്ട്. വൈഫൈക്ക് 10 രൂപ എക്സ്ട്രാ ചാർജ് വൈഫൈക്ക്. പിന്നെ എവിടെ വേണമെങ്കിലും നിർത്തി കൊടുക്കും, അതിന് എക്സ്ട്രാ 10 രൂപ എന്നൊക്കെ പറയുന്നുണ്ട്. അറിഞ്ഞൂടെ എന്തിനാണെന്ന്. കിളിമാനൂർ സ്റ്റാൻഡിലെ വണ്ടിയാണ് കേട്ടോ. BTC കിളിമാനൂർ എന്ന് എഴുതിയിട്ടുണ്ട്. നമുക്ക് കയറിപ്പോയിക്കളയാം.
ഇതാണ് കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റ് കേട്ടോ. കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തെന്മല ഡാമിൽ നിന്ന് ഇറിഗേഷന് വേണ്ടി വെള്ളം കൊണ്ടുവന്നതിനുള്ള ഒരു പ്രോജക്റ്റാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു അക്വാഡക്റ്റ് അല്ലെ വാട്ടർ ഡക്റ്റാണ് നമ്മൾ കണ്ട റോഡ് ക്രോസ് ചെയ്ത് ഇങ്ങനെ മുകളിൽ കൂടെ പോകുന്ന ആ ഡക്റ്റ്. നമ്മളങ്ങനെ ഓടി ഏകദേശം ശബരിമലയ്ക്ക് തിരിയുന്ന ആ ഒരു പോർഷൻ എത്തിയിട്ടുണ്ട്. കണ്ടോ ഇവിടെയൊക്കെ നല്ല ബൈക്കിലൊക്കെ വന്നാൽ നല്ല കോർണർ ചെയ്യാൻ പറ്റിയ റോഡുകളുണ്ട് കേട്ടോ. ഇവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞു പോയാലേ മലയാലപ്പുഴ അമ്പലത്തിലോട്ട് പോകാം കേട്ടോ. അതാണ് മലയാലപ്പുഴ അമ്പലത്തിലേക്ക് പോകാനുള്ള വഴി. ആർച്ചുണ്ട് അവിടെ. പക്ഷേ ഇത് പത്തനംതിട്ടയിൽ നിന്ന് വരുന്നവർക്ക് ഇങ്ങനെ വന്ന് കയറി പത്തനംതിട്ടയിൽ നിന്ന് വന്നാൽ ഇവിടെ വന്ന് മലയാലപ്പുഴ പോകാം. നമ്മുടെ പോലെ പത്തനാപുരത്ത് നിന്ന് വരുന്നവർക്കാണെങ്കിൽ കുമ്പഴേക്ക് എത്തും മുന്നേ ഒരു വരത്തേക്കൊരു വഴിയുണ്ട്. അത് തിരിഞ്ഞാലും മലയാലപ്പുഴ അമ്പലത്തിൽ പോകാം. പ്രസിദ്ധമായിട്ടുള്ള അമ്പലമാണ് മലയാലപ്പുഴ. ഇനി കുറച്ചും കൂടെ ഫ്രണ്ടിൽ ചെല്ലുമ്പം റോഡ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവും. ഒന്ന് വലത്തേക്ക് തിരിഞ്ഞ് നമ്മൾ നേരെ ശബരിമലയ്ക്ക് പോകും. നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് നേരെ റാന്നി, അതായത് നമ്മൾ എരുമേലി റൂട്ടാണ്. ഇവിടുന്ന് റൈറ്റ് 58 കിലോമീറ്റർ ഉണ്ട് ശബരിമലയ്ക്ക് താഴേക്ക് പോകും. നമ്മൾ നേരെ എരുമേലി മൂവാറ്റുപുഴ എരുമേലി റൂട്ടാണ്. ഈ റോഡാണ് ശബരിമലയ്ക്ക് പോകുന്ന റോഡ് കേട്ടോ. നമ്മൾ നേരെ എരുമേലി റൂട്ടിന് പോകും. അതാ സൂര്യ ഉദിച്ച് വരണുണ്ട്, അതും ഒരു കാഴ്ച. പിന്നെ ആ വഴി പോയാൽ നമുക്ക് മൂഴിയാർ പവർ ഹൗസിൽ പോകാം. ഒരിക്കൽ ഇൻഡസ്ട്രിയൽ വിസിറ്റിന് വേണ്ടി പോയിട്ടുണ്ട്. മൂഴിയാർ പവർ ഹൗസ് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പവർ ഹൗസാണ് KSEBയുടെ. അപ്പോൾ നമ്മളങ്ങനെ ഓടി വീട്ടിൽ 122 കിലോമീറ്റർ ഓടി എത്തിയേ. അപ്പോൾ ഇനി നേരെ കോട്ടയമാണ്. നമ്മളിവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞ് എരുമേലി റൂട്ടിലാണ് നമ്മൾ പോകണം കേട്ടോ. എരുമേലിയിൽ നിന്ന് നേരെ നമ്മളിന്ന് മുണ്ടക്കയം അല്ല KK റോഡിൽ പോയി കയറും. എരുമേലിയിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞ് നമ്മൾ KK റോഡിൽ പോയി കയറും. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് റൈറ്റ് തിരിയും. ഫോറസ്റ്റ് സ്റ്റേഷനാണ്, പ്ലാച്ചേരി ഫോറസ്റ്റ് സ്റ്റേഷനാണ്. കുറച്ച് ദൂരം രണ്ട് സൈഡും കാടാണ്. നമ്മളൊരു ഒരു എനിക്ക് തോന്നുന്നു ഒരു 8 കിലോമീറ്റർ വനത്തിനുള്ളിലൂടെയാണ് കേട്ടോ. നല്ല വ്യൂ കണ്ടു പോവാം പകലായതുകൊണ്ട്. നല്ല ചീവീടിൻ്റെ ശബ്ദമുണ്ട്, നിങ്ങൾക്ക് കേൾക്കാമെന്ന് അറിഞ്ഞുകൂടാ. നല്ല ചീവീടിൻ്റെ സൗണ്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ശബരിമല ആ റേഞ്ചിൽ പെടുന്ന വനമേഖലയാണ്. വനമേഖല ഈ സൈഡ് വനമാണ്, ഈ സൈഡിൽ കുറച്ച് ദൂരം പ്ലാന്റേഷൻ ആയിരുന്നു ഇത്രയും നേരം. ഇനിയിപ്പോൾ ഇവിടം തൊട്ട് വീണ്ടും അത് വനമായിട്ട് മാറും. രണ്ട് സൈഡും ഇപ്പം വനമായി. ഇപ്പം നമ്മൾ എരുമേലി ടൗണിലോട്ട് റീച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് എരുമേലി ടൗൺ. എരുമേലിയൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, പേട്ടതുള്ളലൊക്കെ നടക്കുന്ന സ്ഥലമാണ്. വാവര പള്ളിയൊക്കെ ഉണ്ട്. കുറച്ചുകൂടെ ഫ്രണ്ടിൽ പോകുമ്പോൾ നമുക്ക് വാവര പള്ളി കാണാം. ഇവിടെ ഇടത് സൈഡിലാണ് നമ്മുടെ എരുമേലി ശാസ്താക്ഷേത്രം. ഇതാണ് എരുമേലി ശാസ്താക്ഷേത്രം. ഇതാണ് കേട്ടോ. ഇടത് സൈഡിലാണ് വാവര പള്ളി. നേരെ കാണുന്നതാണ് പേട്ട ശ്രീധർമ്മശാസ്ത്ര ടെമ്പിൾ. നമുക്കിവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞ് നമുക്ക് പോവാം. ഈ കാണുന്നതാണ് കേട്ടോ, ഇതാണ് വാവരപ്പള്ളി. നമുക്കിവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞ് മുണ്ടക്കയം പോവാം. എന്താണെന്ന് അറിഞ്ഞുകൂടാ. കഴിഞ്ഞ തവണ ഇതുപോലെ വന്നപ്പോൾ ഗൂഗിൾ മാപ്പ്, ഇപ്പം അവൻ ഗൂഗിൾ മാപ്പ് ഇട്ടാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ പാഞ്ചാലിമേട് ഈ ഒരു റൂട്ടിന് കുറച്ച് അറിയാം. എങ്കിലും കഴിഞ്ഞ തവണ വന്നപ്പോഴും ഇതുപോലെ ഞാനും എൻ്റെ അളിയനും കൂടെയാണ് വന്നത്. അപ്പോൾ പുള്ളിക്കാരന് ഗൂഗിൾ മാപ്പ് ഇട്ട് വണ്ടി ഓടിച്ചപ്പം ഇവിടെ എത്തിയപ്പോൾ ലെഫ്റ്റ് കാണിച്ചു. ഇനി കുറച്ച് ഫ്രണ്ടിലോട്ട് നിന്നിട്ട് നമ്മൾ റൈറ്റിലേക്ക് തിരിഞ്ഞ് വീണ്ടും നമ്മൾ ഈ ഇവിടെ നിന്ന് മുണ്ടക്കയം പോകുന്ന ആ ഒരു റോഡില്ലേ, എരുമേലിയിൽ നിന്ന് മുണ്ടക്കയം പോകുന്ന ആ ഒരു റോഡിൽ പോയി കയറും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി അവിടെ വല്ല റോഡ് പണി നടക്കുന്നുണ്ടാണോ ഇങ്ങനെ ഗൂഗിൾ മാപ്പ് ഇങ്ങനെ കാണിക്കുന്നതെന്ന് അറിഞ്ഞൂടാ. ഇതായാലും വഴി നല്ലതാണ്. മറ്റേ വഴി പോയിട്ട് കുറച്ച് നാളായി. എന്തായാലും ഇത് റോഡ് നല്ലതാണ്. ഇനി നമ്മളിവിടെ നിന്ന് വലത്തേക്ക് തിരിഞ്ഞു പോകും. ഇതാണ് കൊരട്ടി എന്ന് പറയുന്ന സ്ഥലം കേട്ടോ. അവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞു പോകും. ജംഗ്ഷനിൽ നിന്ന് വലത്തേക്ക് തിരിയും. അന്ന് ആ വെള്ളപ്പൊക്ക സമയം 2018 വെള്ളപ്പൊക്ക സമയത്തെ ഇതെല്ലാം നിറഞ്ഞ് ഈ റോഡെല്ലാം നിറഞ്ഞാണ് അന്ന് വെള്ളം പോയിരുന്നത്. സൂര്യഭഗവാൻ വന്നിട്ടുണ്ട്.
ആ സൂര്യൻ്റെ ആ രശ്മിയും ഈ മഞ്ഞും ഈ പുഴയിൽ വെള്ളമില്ല എങ്കിലും ആ പുഴയിലത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. എന്താ നിറഞ്ഞു പോകുമ്പോൾ എന്ത് മാത്രം. ഇപ്പോൾ ഒട്ടും വെള്ളമില്ല, വേനലായതുകൊണ്ടാണ്. അടുത്ത് നമ്മൾ നേരെ മുണ്ടക്കയം ടൗണാണ്. മുണ്ടക്കയം ടൗണിൽ കയറിയിട്ട് നമ്മൾ KK റോഡിൽ കയറും, കോട്ടയം കുമളി റോഡ്. പിന്നെ ബൈക്കേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ നല്ല വളവാണ്. കോർണറിങ് ഒക്കെ ചെയ്യാം, ശരിയാണ്, പക്ഷേ നല്ല വളവാണ്. അപ്പം നമ്മളെപ്പോഴും നമ്മൾ സേഫ്റ്റി ഫസ്റ്റ് നോക്കിയ വണ്ടി ഓടിക്കുക കേട്ടോ. ഒരിക്കലും സെൻട്രൽ ലൈൻ അപ്പുറം പോകരുത്, സെൻട്രൽ ലൈനിൽ ചേർത്ത് ഓടിക്കരുത്. ഞാൻ പറയുന്നത് നമ്മുടെ ആ ഒരു സൈഡിൽ സെൻറ്ററായിട്ട് കീപ്പ് ചെയ്ത് ഓടിക്കുക. ഈ സെൻട്രൽ ലൈനിൽ പോകാതെ ഈ ഒരു സെൻറ്ററിൽ കീപ്പ് ചെയ്ത് വണ്ടി ഓടിക്കുക. ഈ റോഡ് ചെയ്യാം കേട്ടോ, അത്രയ്ക്ക് വളവാണ്. ഇതാണ് ആ റോഡ്. അങ്ങനെ നമ്മൾ വീണ്ടും മെയിൻ റോഡിലേക്ക് കയറിയിട്ടുണ്ട്. അതൊരു ബൈ എടുത്ത് എനിക്ക് ദൂരം കുറവായിട്ടാണോ എന്തോ ഈ റോഡ്. എന്തായാലും ഇനി ഒരു ചെക്ക് ചെയ്ത് നോക്കാം മറ്റേ വഴി എങ്ങനെയുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നേരെ മുണ്ടക്കയം. നമ്മളിപ്പോൾ മുണ്ടക്കയം ടൗൺ കയറാതെ അതിൻ്റെ ബൈ റോഡ് വഴി ഒന്നിങ്ങി മുകളിൽ കയറി കേട്ടോ. അപ്പോൾ ടൗൺ കാണിച്ചു തരാൻ പറ്റിയില്ല. ഈ മെയിൻ റോഡിലാണ് മുണ്ടക്കയം. അവൻ ആ മാപ്പിൽ അങ്ങനെ വന്നുകൊണ്ട് അവൻ നേരെ ഇങ്ങി പോകുന്നു കേട്ടോ. അതുകൊണ്ട് ഞാനും പിറകെ ഇങ്ങി പോകുന്നു. അപ്പോൾ ഇനി നേരെ ഈ റോഡ് കുട്ടിക്കാനമാണ് കേട്ടോ. ഇവിടെ നിന്നാണ് ഇനി കുട്ടിക്കാനത്തിൻ്റെ ഹെയർ പിൻ വളവുകൾ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അപ്പം അവൻ അതിലേ പോയി എന്ന് ചോദിക്കാം. എന്താ അതിലേ? അതിലേ എന്ത്? അത് ഏതാ കാട്ട് റൂട്ടാണ്. ഓ, നേരെ മെയിൻ റോഡ് പിടിച്ചാൽ മതി കേട്ടാ. ഇതിൽ പോയിട്ട് ഇവിടെ തിരിയാൻ പറ്റും. ഗൂഗിൾ ചേച്ചി പിന്നെയും പണി കൊടുക്കുകയാണ്. ചിലപ്പോൾ അത് ഏതോ ബൈ റോഡാണ് കേട്ടോ കാണിച്ചത്. അതുകൊണ്ട് അവൻ അതിലേ തിരിഞ്ഞു പോയി. ചിലപ്പോൾ ഇനി അത് അങ്ങോട്ടെല്ലുമ്പോൾ റോഡ് മോശമാണെങ്കിലോ. ഇത് നമുക്ക് പാഞ്ചാലിമേട് പോകുന്ന വഴിക്ക് തന്നെയാണ് റൈറ്റ് തിരിയാനുള്ള. കുട്ടിക്കാനം ടൗൺ എത്തും മുന്നേ വലത്തേക്ക് തിരിയണം. അപ്പോൾ നമുക്ക് ഈ റോഡ് പിടിക്കാം. അറിയാന്നുള്ള റോഡാകുമ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ. നല്ല വ്യൂ ആണ്. ഈ സൈഡിൽ ഇപ്പം പുറത്തിച്ചക്ക നട്ടൊക്കെയാണ്. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്തെന്ന് പറയുന്ന പലയിടത്തും പല പേരാണ് കേട്ടോ. പുറത്തിച്ചക്കയ്ക്ക് കൈതച്ചക്ക എന്ന് പറയുന്നുണ്ട്, പുറത്തിച്ചക്ക എന്നുണ്ട്. ഓ, ഗോപ്രോയിൽ എത്രമാത്രം വ്യൂ കിട്ടുമെന്ന് അറിഞ്ഞൂടാ. താഴെ മുഴുവൻ മലനിരകൾ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. മഞ്ഞ് മൂടി നിൽക്കുകയാണ്. തണുപ്പില്ലെങ്കിലും മഞ്ഞ് നല്ലപോലെ മഞ്ഞ് മൂടി കിടക്കുന്നുണ്ട് ഇവിടെ. വലിയ തണുപ്പെന്ന് പറയാനുള്ള ഒരു ക്ലൈമറ്റ് ആയില്ല കേട്ടോ. പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ആ ഒരു ക്ലൈമറ്റ് വെച്ച് നോക്കുമ്പോൾ ഇത് നല്ലതാണ്. ഓ, അവിടെയൊക്കെ ആണെങ്കിൽ 30-32 ഡിഗ്രിയൊക്കെയാണ് ഉച്ചയ്ക്ക് ചൂട് വരണം കേട്ടോ. ഇപ്പോൾ സഹിക്കാൻ പറ്റാത്ത ടെമ്പറേച്ചറാണ്. രാവിലെ നല്ല മഞ്ഞാണ്, അതുകൊണ്ടൊന്നും കാണാൻ നിവൃത്തിയില്ല. ഷൂട്ട് ചെയ്യൽ ഗോപ്രോയിൽ എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ എന്തോ. മഞ്ഞും ഈ സൈഡിൽ നിന്ന് വെയിലും കൂടെ അടിക്കുന്നതുകൊണ്ട് ഒന്നും കാണാൻ വയ്യ. അങ്ങനെ പെരുവന്താനം എത്താറായേ. ഇവിടെ ഒരു വാട്ടർഫോൾ ഉണ്ട്, പെരുവന്താനം വാട്ടർഫോൾ. അപ്പോൾ വ്യൂ പോയിന്റുകളെല്ലാം മഞ്ഞ് കാരണം മൂടിപ്പോകുന്നുണ്ടോ. പാഞ്ചാലിമേടായാലും പരുന്തുംപാറ ആയാലും ചതുരംഗപ്പാറ ആയാലും എല്ലാം ടോപ്പിൽ നിന്നുള്ളൊരു വ്യൂ. അതിൽ പരുന്തുംപാറ നമുക്ക് ടോപ്പിൽ നിന്നുകൊണ്ട് എന്താണ് ഒരു കൊക്കയാണ് താഴേക്ക്, അതാണ് കാണുന്നത്. ചതുരംഗപ്പാറയിൽ നമ്മൾ ടോപ്പിൽ നിന്ന് തമിഴ്നാട് മുഴുവൻ കാണാം, കൃഷിസ്ഥലവും കാര്യങ്ങളൊക്കെ കാണാം. പക്ഷേ ചതുരംഗപ്പാറയിൽ ബൈക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഓഫ് റോഡ് അടിച്ച് പോകേണ്ട ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. നമ്മൾ വണ്ടി കൊണ്ട് ഓഫ് റോഡ് അവിടെ പോകാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. ഇല്ലെങ്കിൽ നമ്മൾ അവിടെ ജീപ്പ് എടുത്ത് പോവേണ്ടി വരും. ജീപ്പില്ല, അല്ലാതെ പോക്ക് നടക്കണ കോളില്ല. അപ്പോൾ ഇതെല്ലാം ഈ മഞ്ഞ് മൂടി കിടക്കുകയാണെങ്കിൽ ഒരിടത്തും ഒരു വ്യൂവും കാണാൻ പറ്റില്ല. അതല്ലേ വേറെ കഷ്ടം. നമുക്ക് അടുത്ത മുകളിൽ നിന്ന് റൈറ്റിലോട്ടാണ് കേട്ടോ പാഞ്ചാലിമേട് പോകാനുള്ള.
അപ്പോൾ തിരിച്ച് പാഞ്ചാലിമേട് പോയിട്ട് തിരിച്ച് വരുമ്പോൾ നമുക്ക് പെരുവന്താനം വാട്ടർഫാൾസ് കാണാം. ഇതാ ഇവിടെ നിന്ന് റൈറ്റ്, മുറിഞ്ഞ പുഴ എന്നാണ് ജംഗ്ഷൻ്റെ പേര് കേട്ടോ. ഇവിടെ നിന്ന് റൈറ്റാണ്. ഇതാണ് നമ്മൾ പാഞ്ചാലിമേട് പോകുന്ന വഴി, 4.5 കിലോമീറ്റർ. എടാ ഇതാണ് മെയിൻ റോഡ്. ഭ്രാന്താവും അവസാനം അതിലേ പോയിട്ട്. പോവാം. അവിടെ പിന്നെ കടകളൊന്നും കാണൂലെന്ന് തോന്നണം. ഒന്നും കഴിക്കണ്ടേ? 4.5 കിലോമീറ്റർ, 4.5 എഴുതിക്കണം. 4.5. അതെ, 2.5 എന്നാണ് പ്രിന്റ് ചെയ്തോണ്ടോ? വേണ്ട, പ്രിന്റ് ചെയ്തിവിടെ കൊണ്ട് പ്രതിഷ്ഠിച്ചപ്പോഴാണ് അറിഞ്ഞ 4.5 കിലോമീറ്റർ. പോയി നോക്കാം. ഇവിടെ ഹോം സ്റ്റേയും കാര്യങ്ങളുണ്ട് കേട്ടോ, ഒരുപാട് ബോർഡ്. ഇപ്പോൾ എല്ലായിടും ഹോം സ്റ്റേ ഉണ്ട്. EV ചാർജിങ് സ്റ്റേഷൻ, അയ്യോ അതൊരു വെറൈറ്റി ആണല്ലോ. അവിടെ EV ചാർജിങ് സ്റ്റേഷൻ കണ്ടു കേട്ടോ, അതൊരു വെറൈറ്റിയാണ്. വേറെ ഒരിടത്ത് അങ്ങനെ ഈ ഒരു ഹൈ റേഞ്ചിൽ ഞാൻ കഴിഞ്ഞ തവണ കൊടൈക്കനാൽ പോയിട്ട് ഒരിടത്തും കണ്ടിട്ടില്ല. മെയിൻ റോഡിൽ എവിടെയോ 1-2 സ്ഥലത്ത് കണ്ടിട്ടേ ഉള്ളത്. ഇവിടെ ഇപ്പോൾ EV ചാർജിങ് സ്റ്റേഷൻ ഉണ്ട് കേട്ടോ. ഈ വ്ളോഗ് ചിലപ്പോൾ നമ്മൾ 2-3 എപ്പിസോഡായിട്ടായിരിക്കും കേട്ടോ ചെയ്യണം. റോഡ് പോകണമൊക്കെ ഇങ്ങനെ വളഞ്ഞ്, കാരണം ഒറ്റ ഇതിൽ തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നല്ല ലെങ്തായി പോകും, ആരും കാണുമില്ല. നമ്മൾ 2-3 എപ്പിസോഡായിട്ടായിരിക്കും കണ്ടിന്യൂ പാർട്ടായിട്ട് ചെയ്യാം. ശ്രീനിധി റെസിഡൻസി, ഐ ലവ് പാഞ്ചാലിമേട്. അത് എനിക്ക് തോന്നുന്നു ഹോം സ്റ്റേ ആണ് കേട്ടോ. ഹോം സ്റ്റേയോ ഹോട്ടലോ ആണ്. അവിടെ ഒരു ഷോപ്പുണ്ട്. നമ്മളിതുവരെ ഒന്നും കഴിച്ചില്ല. മണി 7:30 ആയി. നമ്മൾ രാവിലെ 4:00 വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. ഇവിടെ വേറെ ഒന്നുണ്ട്, ഹൈ റേഞ്ചേഴ്സ് എന്നും പറഞ്ഞ്. എന്തായാലും പാഞ്ചാലിമേട് കണ്ടിട്ട് തിരിച്ച് വരുമ്പോൾ നമുക്ക് കഴിക്കാം. അതുപോലെ അവിടെ ചെന്ന് നമുക്ക് ഗോപ്രോയുടെ ബാറ്ററിയും മാറ്റിയിടണം. ഗോപ്രോയുടെ ബാറ്ററിയും ചാർജ് തീർന്നിരിക്കുക. ഒരുപാട് ഹോം സ്റ്റേ വേണ്ട കേട്ടോ. മിസ്റ്റി ഹിൽസ്, പാരഡൈസ്, ഒരുപാട് വരും. പിന്നെ വേറെ ഏതോ ഒന്നും കൂടെ കണ്ടല്ലാണ്ട് റോളസ്റ്റോൺ റിസോർട്ട് 2 കിലോമീറ്റേഴ്സ്, വാലി വ്യൂ ഹോം സ്റ്റേ. അപ്പോൾ ഇത് പെരുവന്താനം ഗ്രാമപഞ്ചായത്തിലാണ് ഈ പാഞ്ചാലിമേട് വരുന്നത്. ഇനി 1/2 കിലോമീറ്ററും കൂടെ കാണുള്ളൂ പെരുവന്താനം, അല്ല സോറി പാഞ്ചാലിമേടേക്ക്. അവനെ കണ്ടില്ലല്ലോ. ഓക്കെ വരുന്നുണ്ട്. വാവ്, അവിടെ നിർത്താം. ഇങ്ങോട്ട് വണ്ടി വയ്ക്കാം. പാഞ്ചാലിമേടിന് തൊട്ട് താഴെയുള്ള സ്ഥലം കേട്ടോ. നീ അവിടെ നിന്ന് ഇപ്പോൾ റോഡ് ഉണ്ടല്ലേ താഴേക്ക്, മുണ്ടക്കയം, ആ റോഡായിരിക്കും. ജംഗ്ഷനിൽ താഴോട്ട് ആ റോഡായിരിക്കും നമ്മളെ മറ്റേ അവിടെ നിന്ന് ബൈ റോഡ് കാണിച്ചില്ലേ, അത് വന്ന് അത് ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കണ്. ഓഫ് റോഡൊക്കെ അടിച്ച് കയറി ഇടേണ്ടി വരുമായിരുന്നു. ഇവിടെ നിന്ന് കാണാൻ കൊള്ളാം. എനിക്ക് തോന്നുന്നു ഈ വ്യൂ ആയിരിക്കും മുകളിൽ നിന്നും കാണണം. ഞാൻ ഒരിക്കൽ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ സൈഡിലോട്ട് നിർത്തിയിട്ട് ഇവിടെ നിന്നുള്ള വ്യൂ ഒന്ന് നോക്കാമേ. ഓ, അയ്യോ, നമ്മൾ കയറി വന്ന വഴിയായിരിക്കും ആ സൈഡ്. കാരണം മുണ്ടക്കയം താഴേക്ക് ആകുമ്പം ആ വശത്തു നിന്നാണ് നമ്മൾ കയറി വന്നത്. ഇങ്ങനെ ഈ മല ഇങ്ങനെ ചുറ്റാതെ അപ്പുറത്തൂടെ ചുറ്റി കറങ്ങിയാണ് ഈ സൈഡിൽ കൂടെ ഇങ്ങി വന്നത്. ചെറിയ വണ്ടി, ചെറിയ വണ്ടിയല്ല, വണ്ടി പോകുന്നുണ്ട് ചെറുതായിട്ട്. വ്യൂ കൊള്ളാം. ബാക്കി വ്യൂ നമുക്കിനി മുകളിലോട്ട് ചെന്നിട്ട് നോക്കാം. അപ്പം റോഡെല്ലാം അടിപൊളിയാണ്, അതുകൊണ്ട് വേറെ വിഷമവും കാര്യങ്ങളൊന്നുമില്ല. വേറെ പ്രശ്നം, ഇത്ര ഞാൻ ട്രാവൽ ചെയ്തിട്ട് ഒരു പ്രശ്നമില്ല. ലോങ് റൈഡിൽ സിംഗിളായിട്ട് ട്രാവൽ ചെയ്യാനാണെങ്കിൽ സ്പീഡ് 400 നല്ല ഇതാണ്. ഇതാണ് നമ്മുടെ ലുക്ക്, ബാക്കിലെ ടോപ്പ് ബോക്സ്. അത് റിവ്യൂ ഞാൻ വേറെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ വിഷ്ണു മുകളിലോട്ട് അങ്ങനെ നമ്മൾ ഫൈനലി
പാഞ്ചാലിമേട് എത്തിയിട്ടുണ്ട്. ഈ സൈഡിൽ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് ഇൻ്റർലോക്കൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നടക്കാനായിരിക്കും. അപ്പോൾ ഇതിലെയാണ് നമുക്ക് ഉള്ളിലോട്ട് കയറാനുള്ളത്. അപ്പോൾ വണ്ടി എവിടെയെങ്കിലും സേഫായിട്ട് പാർക്ക് ചെയ്തിട്ട് മുകളിലോട്ട് കയറാം. പാർക്കിങ്ങിന് വേണ്ടി സെപ്പറേറ്റ് സ്ഥലം ഉണ്ടോ എന്ന് അറിഞ്ഞു കേട്ടോ. ഇവിടെ എഴുതിയൊന്നും വെച്ചിട്ടില്ല. എല്ലാവരും ഈ റോഡ് സൈഡിലാണ് പാർക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് സേഫായിട്ട് ഇത് വാട്ടവര സൈഡിലോട്ട് വയ്ക്കാം. ടോപ്പ് ബോക്സും സാധനങ്ങളൊക്കെ ഇരിക്കണേല്ലേ. അപ്പോൾ ഈ കടകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കട്ടെ. എന്താടാ? അപ്പം ഇങ്ങോട്ട് വയ്ക്കാം. അപ്പം അങ്ങനെ നമ്മൾ പാഞ്ചാലിമേടെത്തി. പാഞ്ചാലിമേട് ഓപ്പണാണ്, രാവിലെ തന്നെ ഓപ്പൺ ആവും കേട്ടോ. ഞാനൊരു 9 മണിയാണ് പ്രതീക്ഷിച്ചത്, പക്ഷേ രാവിലെ തന്നെ ഓപ്പൺ ആവും. അപ്പോൾ ഇവിടെ നമ്മൾ തറയെല്ലാം നല്ല തറയോടൊക്കെ ഇട്ട് നല്ല കയറി വരുന്ന സ്ഥലമൊക്കെ നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. പാർക്കിംഗ് ഏരിയ ആയിട്ട് കണ്ടില്ല, പക്ഷേ ആ ഒരു സൈഡിലായിട്ട് ഇൻ്റർലോക്കൊക്കെ ഇട്ട് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. അവിടെയൊക്കെ പാർക്ക് ചെയ്യാം. വണ്ടി നമ്മളവിടെ വെച്ച് ഹെൽമെറ്റ് മാത്രം കയ്യിലെടുത്ത് ബാക്കിയെല്ലാം ടോപ്പ് ബോക്സിനകത്ത് ഇട്ടിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ കയറുകയാണ് ഉള്ളിലേക്ക്. അപ്പോൾ ഒരു ടിക്കറ്റ് ഉണ്ട് കേട്ടോ. എത്ര രൂപ ടിക്കറ്റ് എന്ന് നോക്കാം. ഇപ്പോൾ DTPC ഇടുക്കിയാണ് പാഞ്ചാലിമേട് ടൂറിസം സെൻ്ററായിട്ട് ഇതിനെ നിലനിർത്തി പോകുന്നത്. അപ്പോൾ കുട്ടികൾക്ക് 5 മുതൽ 10 വയസ്സുള്ളവർക്ക് 15 രൂപ, അഡൽറ്റിന് 25 രൂപ, സീനിയർ സിറ്റിസൺ 15 രൂപ 60 വയസ്സിന് മുകളിൽ, ക്യാമറ 60, ഹെലിക്യാമറ 750, ആൽബം ഷൂട്ട് ചെയ്യാൻ 3000, സിനിമ സീരിയലിനൊക്കെ 15,000. കണ്ട 6 AM മുതൽ 6:30 വരെയാണ്. അപ്പോൾ നമ്മളിവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കാനുള്ള. ഇതാണ് ടിക്കറ്റ്. നമുക്ക് 2 പേർക്ക് 50 രൂപയാണ് ടിക്കറ്റ്. ഇവിടെ എന്തൊക്കെയാണെന്ന് നമുക്ക് നടന്ന് കാണാം. ഫുള്ള് ഇങ്ങനെ കരിങ്കല്ല് പാവിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് നടന്ന് അറ്റം വരെയും കയറാൻ ഫുള്ള് കരിങ്കല്ലിങ്ങനെ സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. അന്ന് നമ്മൾ വന്നപ്പോൾ ഈ ആനയിൽ നിന്ന് ഇങ്ങനെ വെള്ളം ചാടുമായിരുന്നു. ഇപ്പം ആനയിൽ വെള്ളം ഇല്ല. ഇതിനകത്ത് നിന്ന് ഇങ്ങനെ വെള്ളം വെളിയിലോട്ട് വരുമായിരുന്നു. പമ്പുള്ള സെറ്റപ്പായിരുന്നു, പക്ഷെ ഇപ്പം ഇല്ല. നമ്മൾ കയറി വരുന്നൊരു സൈഡിലായിട്ടേ ഒരു കൽമണ്ഡപം പോലെ ഇങ്ങനെ പണിഞ്ഞിട്ടിട്ടുണ്ട്. നമുക്ക് ഈ പ്രീ വെഡ്ഡിങ് ഷൂട്ടൊക്കെ ചെയ്യാനും അല്ലെങ്കിൽ എന്തെങ്കിലും ഡാൻസിൻ്റെയൊക്കെ ഷൂട്ടൊക്കെ ചെയ്യാനൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ. കാരണം ഈ മണ്ഡപത്തിനകത്ത് ഡാൻസ് കളിക്കുന്നതൊക്കെ ഷൂട്ട് ചെയ്താൽ നല്ല രസമായിരിക്കും. അതിനകത്ത് തന്നെ ടോയ്ലറ്റ് കോംപ്ലക്സ്, നല്ല വൃത്തിയുള്ള ടോയ്ലറ്റ് കോംപ്ലക്സും ഉണ്ട്. കുറച്ച് ദൂരമേ ഉള്ളൂ. എൻട്രൻസിൽ നിന്ന് ഒരു 100 മീറ്റർ നടക്കുമ്പോഴത്തേക്കും നമുക്കിവിടെ ആ കോംപ്ലക്സ് കാണാം. ഇനി നമുക്ക് ഇതിലെയാണ് മുന്നോട്ട് നടക്കാനുള്ളത്. ഇതായിരിക്കും പാഞ്ചാലിമേടെന്ന് പേര് വരാനുള്ള കാര്യം. അപ്പോൾ വനവാസകാലത്ത് പാണ്ഡവന്മാർ ഇവിടെ വന്ന് താമസിച്ചിരുന്നെന്നും അതുകൊണ്ടാണ് പാഞ്ചാലിയായിട്ട് ഇവിടെ വന്ന് താമസിച്ചിരുന്നെന്നും അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് പാഞ്ചാലിമേടെന്ന് പറയണമെന്നും പിന്നെ ഇവിടെ ഒരു ഗുഹയുണ്ടെന്നും അവിടെ ഭീമൻ്റെ കാൽപ്പാട് പതിഞ്ഞിട്ടുണ്ടെന്നൊക്കെയാണ് പറയണത്. ഇനി ഗുഹ കാണാൻ പറ്റുമോ, ഗുഹ ഉണ്ടാ എന്നൊക്കെ ഇനി അങ്ങോട്ട് നടന്നു പോയിക്കണം. എന്തായാലും ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ കുറേ ദൂരം അങ്ങോട്ട് നമുക്ക് നടക്കാനുണ്ട്. ഒരു വ്യൂ പോയിൻ്റാണ് കേട്ടോ. വ്യൂ പോയിൻ്റ് എല്ലാം ടോപ്പിൽ നിന്നുള്ള ഒരു മലയുടെ വ്യൂ മാത്രമേ ഇവിടെ ഉള്ളൂ. പിന്നെ എല്ലായിടത്തും ഇതുപോലെയുള്ള കൈയോടെ പോയി ഇതുപോലെയുള്ള മണ്ഡപവും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട്. ഇവിടെയുണ്ട്, നമുക്ക് ആ സൈഡിലുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. നമുക്കിവിടെ വന്നിരുന്ന് തണുപ്പുണ്ടെങ്കിൽ വന്നിരുന്ന് ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ തണുപ്പില്ല. രാവിലെ ആയിട്ട് നല്ല ചൂടാണ്. അല്ല ഈ മാസം വേണ്ടായിരിക്കും, ഏപ്രിൽ മാസമല്ലേ, ചൂട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അല്ലെങ്കിൽ പൊതുവേ ചൂടിപ്പം കൂടുതലാണ്. അപ്പം അതുകൊണ്ടായിരിക്കും. പക്ഷേ ഇവിടെ വന്ന് ഒരു തണുപ്പുള്ള സമയത്തൊക്കെ വന്ന് ഇരുന്ന് ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഒരുപാട് നമുക്ക് ഇരിക്കാനുള്ള ബെഞ്ചും കാര്യങ്ങളെല്ലാം ഒരുപാട് ഇങ്ങനെ അവിടെയായിട്ട് ഇങ്ങനെ ചെയ്ത് ഇട്ടിട്ടുണ്ട്. നല്ല സമാധാനമുള്ള സ്ഥലമാണ് കേട്ടോ. വേറെ ബഹളമോ കാര്യങ്ങളോ ഒന്നുമില്ല. ചെറിയ ജീവിയുടെ സൗണ്ടും പിന്നെ നമ്മളേതായിട്ടുള്ള ഒരു ടെൻഷനൊക്കെ ഇറക്കി വയ്ക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. സമാധാനമായിട്ട് വന്നിരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. പിന്നെ മുഴുവനും വൃത്തി എന്ന് പറയുന്ന സാധനം 100% ഉണ്ട് കേട്ടോ. 100% വൃത്തിയുണ്ട്. പ്ലാസ്റ്റിക് എവിടെയില്ല, ഫുള്ള് ക്ലീൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ എല്ലായിടത്തും ഇടിമിന്നലേക്കാൻ സാധ്യതയുള്ളതിനാലേ ടോപ്പിൽ കയറി എപ്പോഴും നിൽക്കാൻ പാടില്ല എന്നിവിടെ ഇങ്ങനെ എല്ലായിടത്തും
ഓരോ ബോർഡ് വെച്ചിട്ടുണ്ട്, ഇതുപോലൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആളുകളുടെ ഇതുപോലെയുള്ള മലയുടെ മുകളിൽ കയറി നിൽക്കുമായിരിക്കും. അപ്പോൾ ഇത്രയും ടോപ്പല്ലേ, ഇടി വെട്ടുന്ന സമയത്ത് നമുക്കത് അഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അതുകൊണ്ടായിരിക്കും അങ്ങനെ ബോർഡ് എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. കയറി വരുമ്പോഴൊക്കെ വെച്ചിട്ടുണ്ട്. ഈ ഒരു സൈഡിലായിട്ടേ ഒരു ചെറിയ തടാകം പോലെ, ഒരു കുളം പോലെ കാണാം കേട്ടോ, അങ്ങ് അറ്റത്തായിട്ട്. പക്ഷേ അത് വെള്ളമില്ല ഇപ്പോൾ, എല്ലാം വറ്റിപ്പോയി. അതിൻ്റെ സൈഡിലൊരു വാച്ച് ടവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു വാച്ച് ടവർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വന്ന വഴിക്ക് ഈ ഒരു സൈഡിൽ ഇവിടെ ഒരു വാച്ച് ടവർ ചെയ്തിട്ടുണ്ട്. അപ്പം വാച്ച് ടവറുകൾ ഒരുപാടുണ്ട്. ടോപ്പ് വ്യൂ കാണാനും കൊള്ളാം. എനിക്ക് തോന്നുന്നു മഞ്ഞിറങ്ങി നല്ല തണുപ്പുള്ള സമയത്ത് വന്നു കഴിഞ്ഞാൽ സൂപ്പറാണ് കേട്ടോ. പാഞ്ചാലിമേട് ഇത്രയൊക്കെ നമുക്ക് കാണാനുള്ളൂ. അപ്പോൾ ഒറ്റ ഡെസ്റ്റിനേഷനായിട്ട് ഇവിടത്തേക്ക് മാത്രം വന്നു കഴിഞ്ഞാൽ അത് നഷ്ടമായിരിക്കും. അപ്പോൾ എവിടെയെങ്കിലും നമ്മൾ ഈ കുട്ടിക്കാനം, വാഗമൺ, പരുന്തുംപാറ അങ്ങനെ ആ റൂട്ട് പോകുന്നവർ ഈ സ്ഥലം കൂടെ കയറിയാൽ ഇത് നമുക്കൊരു ഡെസ്റ്റിനേഷനായിട്ട് കൂട്ടാം. അല്ലാതെ ഇവിടത്തേക്ക് മാത്രം വരുന്നത് വലിയൊരു നഷ്ടമായിരിക്കും. കാരണം അധികം ഒന്നും കാണാനൊന്നുമില്ല. എല്ലായിടത്തും പോകുന്ന വഴിക്ക് ഒരു ഫസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട്, കാരണം രാവിലെ 6 മണിക്ക് ഓപ്പൺ ആവണമുണ്ട്. ട്രിവാൻഡ്രത്തു നിന്നായാലും ദൂരെ നിന്ന് എറണാകുളം സൈഡിൽ നിന്ന് വരുന്നവർക്കായാലും ഫസ്റ്റ് ഒരു എൻട്രി എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഒരു പോയിൻ്റാണ് കേട്ടോ. വ്യൂ ഉണ്ട്, വ്യൂ ഇല്ലെന്നല്ല, തണുപ്പുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. ഒരുപാട് നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ തോന്നും നമുക്ക്. ഇപ്പോൾ ചൂടാണ്, അപ്പോൾ ഇത്രയും ഹൈറ്റിൽ ആ ചൂടും ആയപ്പം അധികം നമുക്കിവിടെ നിൽക്കാൻ തോന്നുന്നില്ല. അപ്പോൾ ഇതൊരു ഡെസ്റ്റിനേഷൻ, ഒരു പീക്ക് ഡെസ്റ്റിനേഷനാക്കി കണക്കാക്കി വരണ്ട. നമുക്ക് വരുന്ന വഴിക്ക് എവിടെയും കുട്ടിക്കാനം ഞാൻ പറഞ്ഞ കണക്ക് പോകുന്ന വഴിക്ക് നമുക്കൊരു ഫസ്റ്റ് സ്പോട്ടായിട്ട് കയറി എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് അടുത്ത ലൊക്കേഷനിലോട്ട് പോകാം. നമ്മളെ യാത്ര ഇന്ന് സൂര്യനെല്ലിക്കാണ്. ഇവിടെ നിന്ന് ഇനിയും എനിക്ക് തോന്നുന്നൊരു 100-120 കിലോമീറ്ററോളം ഇനിയും നമുക്ക് റൈഡ് ചെയ്യാനുണ്ട്.